ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് പോകാം. ഈ ഓഗസ്റ്റ് 30 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യ ആൻഡ് വേൾഡ് ഫുഡ് പ്രോഗ്രാം സൈൻ ലെറ്റർ ഓഫ് ഇന്റന്റ് ടു സപ്ലൈ ഫോർട്ടിഫൈഡ് റൈസ് ഫോർ ഗ്ലോബൽ ഹങ്കർ റിലീഫ്. അപ്പൊ ഗ്ലോബൽ ഹങ്കർ റിലീഫിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഫോർട്ടിഫൈഡ് റൈസ് സപ്ലൈ ചെയ്യാനുള്ള ലെറ്റർ ഓഫ് ഇന്റന്റ് ആരുമായിട്ടാണ് സൈൻ ചെയ്തിട്ടുള്ളത്? വേൾഡ് ഫുഡ് പ്രോഗ്രാമുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഫോർട്ടിഫൈഡ് റൈസ് സപ്ലൈ ചെയ്യാനായിട്ട് വേൾഡ് ഹങ്കർ ക്രൈസിസിലെ ഹങ്കർ റിലീഫിന്റെ ഭാഗമായിട്ട് ഫോർട്ടിഫൈഡ് റൈസ് സപ്ലൈ ചെയ്യാൻ ഇന്ത്യ ഏത് ഏജൻസിയും അല്ലെ ഏത് ഓർഗനൈസേഷനുമായിട്ട് MOU സൈൻ ചെയ്തു, അല്ലെങ്കിൽ ലെറ്റർ ഓഫ് ഇന്റന്റ് സൈൻ ചെയ്തു? വേൾഡ് ഫുഡ് പ്രോഗ്രാമുമായിട്ട് ലെറ്റർ ഓഫ് ഇന്റന്റ് സൈൻ ചെയ്തു. Indian Renewable Energy Development Agency IREDA, Indian Renewable Energy Development Agency IREDA signs performance based MOU with which ministry? അപ്പോൾ ഏത് മിനിസ്ട്രിയുമായിട്ട് ആണ് IREDA പെർഫോമൻസ് ബേസ്ഡ് MOU സൈൻ ചെയ്തത്? മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുമായിട്ടാണ് IREDA പെർഫോമൻസ് ബേസ്ഡ് MOU സൈൻ ചെയ്തത്. India-Japan hold ministerial level energy dialogue. Ministerial level energy dialogue to strengthen clean energy partnership. അപ്പൊ ക്ലീൻ എനർജി പാർട്ട്ണർഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് മിനിസ്റ്റീരിയൽ ലെവൽ എനർജി ഡയലോഗ് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് സൈൻ ചെയ്തത്? ഏത് രാജ്യവുമായിട്ടാണ്? ജപ്പാനുമായിട്ടാണ് ഒരു മിനിസ്റ്റീരിയൽ ലെവൽ എനർജി ഡയലോഗ് ഇന്ത്യ സൈൻ ചെയ്തത്. സൗത്ത് കൊറിയ ബാൻസ് മൊബൈൽ ഫോൺസ് ഇൻ ക്ലാസ് റൂം ഫ്രം മാർച്ച് 2026. അപ്പോൾ എന്താണ്, ക്ലാസ് റൂമുകളിൽ മൊബൈൽ ഫോണും അതുപോലെ ഡിജിറ്റൽ ഡിവൈസസും ഒക്കെ ബാൻ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഏത് രാജ്യമാണ് റീസെന്റ് ആയിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്? സൗത്ത് കൊറിയയാണ്. അപ്പൊ എന്ന് മുതലാണ് അവരുടെ ആ ഒരു ബാൻ നടപ്പിലാക്കാൻ പോകുന്നത്? മാർച്ച് 2026 മുതൽ അവർ ബാൻ നടപ്പിലാക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ക്ലാസ് റൂമുകളിൽ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഡിജിറ്റൽ ഡിവൈസസുകളും സൗത്ത് കൊറിയയിലെ സ്കൂളുകളിൽ ബാൻ ചെയ്തു. ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് ക്രോസസ് $100 ബില്യൺ ഇൻ 2024-25. 2024-25 കാലയളവിൽ ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് എത്ര ബില്യൺ ആണ് ക്രോസ് ചെയ്തിട്ടുള്ളത്? $100 ബില്യൺ അവർ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആഫ്രിക്കയിലെ ഇൻവെസ്റ്റേഴ്സിൽ വൺ ഓഫ് ദി ടോപ്പ് 5 ഇൻവെസ്റ്റേഴ്സിൽ ആരുമുണ്ട്? നമ്മുടെ ഇന്ത്യയും ഉൾപ്പെടുന്നു. ഇന്ത്യ എമർജിംഗ് ആസ് വൺ ഓഫ് ദി ടോപ്പ് 5 ഇൻവെസ്റ്റേഴ്സ് ഇൻ Africa. Personal income tax collection crosses corporate tax for the first time in India. അപ്പോൾ personal income tax collection എന്താണ്, കോർപ്പറേറ്റ് ടാക്സിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഇന്ത്യയിൽ കോർപ്പറേറ്റ് ടാക്സിനെ ആര് ക്രോസ് ചെയ്തിട്ടുണ്ട്? പേഴ്സണൽ ഇൻകം ടാക്സ് കളക്ഷൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈവൻ ഇത്രയും ക്രോസ് ചെയ്തെങ്കിൽ പോലും ഇന്ത്യയിൽ 6.9% ആളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇൻകം ടാക്സ് പേ ചെയ്യുന്നു. അപ്പം എല്ലാവരും പേ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് പേ ചെയ്യേണ്ട എല്ലാവരും പേ ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് വളരെ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും അല്ലെ? സോ ഇൻകം ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് ക്രോസ് ചെയ്ത ആരാണ്? പേഴ്സണൽ ഇൻകം ടാക്സ് കളക്ഷൻ കോർപ്പറേറ്റ് ടാക്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. India set to become second largest economy in PPP terms by 2038. Purchasing power parity terms'ല് ഇന്ത്യ ലോകത്തിലെ തന്നെ രണ്ടാമത് വലിയ ഇക്കോണമി ആയിട്ട് മാറുമെന്നാണ് ആരുടെ റിപ്പോർട്ട്? EYയുടെ റിപ്പോർട്ടാണ്. അല്ലെങ്കിൽ ഏത് ടൈമോട് കൂടി, ഏത് വർഷത്തോടു കൂടി, 2038 കൂടി ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് എന്തിന്റെ ടേംസിൽ? PPP ടേംസ്, അതിന്റെ പർച്ചേസിംഗ് പവർ പാരിറ്റി ടേംസിൽ ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് മാറും. ആരാണ് ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തത്? EY ആണ് ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തത്. ജസ്റ്റിസ് അലോക് ആരാധ്യ ആൻഡ് ജസ്റ്റിസ് വിപുൽ പഞ്ചോളി ഇലവേറ്റഡ് ടു സുപ്രീം കോർട്ട് ബൈ പ്രസിഡന്റ്. അപ്പോ ജസ്റ്റിസുമാരായിട്ടുള്ള അലോക് ആൻഡ് വിപുൽ, ജസ്റ്റിസ് അലോക് ആരാധ്യ ആൻഡ് ജസ്റ്റിസ് വിപുൽ പഞ്ചോളിയെ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സുപ്രീം കോർട്ടിലോട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കറന്റ് സുപ്രീം കോർട്ടിലെ ആ ജഡ്ജസിന്റെ ഫുൾ സ്ട്രെങ്ത് ആയിട്ട് എന്താണ് മാറിയിട്ടുണ്ട്. ഇപ്പൊ മൊത്തം 34 ജഡ്ജസ് ആയിട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജ് മാറിയിട്ടുണ്ട്. സോ ജസ്റ്റിസുമാരായിട്ടുള്ള ആരാധ്യ ആൻഡ് വിപുലിനെ ആരാണ് സുപ്രീം കോടതിയിലോട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു അപ്പോയിന്റ് ചെയ്തു. ഡിഫൻസ് മിനിസ്ട്രി and QCI
സൈൻ MOU ടു സപ്പോർട്ട് 63 lakh വെറ്ററൻസ്. അപ്പോൾ എന്താണ് ഈ വെറ്ററൻസിനെ സപ്പോർട്ട് ചെയ്യാൻ 63 ലക്ഷം വെറ്ററൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രി ഏത് ഓർഗനൈസേഷനുമായിട്ടാണ് MOU സൈൻ ചെയ്തത്? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ QCIയുമായിട്ട് MOU സൈൻ ചെയ്തു. ഡിഫൻസ് മിനിസ്ട്രി QCIയുമായിട്ട് 63 ലക്ഷത്തിലധികം വെറ്ററൻസിനെ അവരുടെ ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അപ്പൊ എന്തിനും അവരുടെ പെൻഷൻ, ഹെൽത്ത് കെയർ, റീസെറ്റിൽമെന്റ് ആൻഡ് വെൽഫെയർ സർവീസസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഡിഫൻസ് മിനിസ്ട്രി ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുമായിട്ട് MOU സൈൻ ചെയ്തു. സോ എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ 2025 ഭാഗമായിട്ട് ഇന്ത്യ എത്ര ട്രൂപ്പുകളെയാണ് ഈ എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാറിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുന്നത്? 700 ട്രൂപ്പുകളെ ഇന്ത്യ എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാറിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എവിടെയാണ്? ഈജിപ്തിലാണ് ഈ ഒരു എക്സസൈസ്. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 10 വരെ നടക്കാൻ പോകുന്ന എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാറിന്റെ ഭാഗമായിട്ട് 700 ട്രൂപ്പുകളെ ഇന്ത്യ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ട്രൈ സർവീസ് മിലിറ്ററി എക്സസൈസ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എല്ലാവരുടെയും എന്താണ് ലൈവ് പെർഫോമൻസ് അല്ലെങ്കിൽ ലൈവായിട്ട് ഉള്ള ഒരു എക്സസൈസ് ആണ്. അപ്പൊ എവിടെയാണ് നടക്കുന്നത്? ഈജിപ്തിലാണ് അത് നടക്കുന്നത്. ട്രൈ സർവീസ് മിലിറ്ററി എക്സസൈസ് ആയിട്ടുള്ള എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ 700 ട്രൂപ്പുകൾ ഇന്ത്യ സെൻഡ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് നടക്കുന്നത്? ഈജിപ്തിലാണ് അത് നടക്കുന്നത്. സോ SSC MTS 2025 അല്ലേ, എല്ലാവരും പ്രിപ്പറേഷനിലായിരിക്കും. എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് നന്നായിട്ട് നടക്കട്ടെ. അപ്പൊ ഈ വർഷം നമുക്കറിയാം, നമുക്ക് മലയാളത്തിലും ഈ വർഷം എക്സാം അറ്റൻഡ് ചെയ്യാം. മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മുടെ AZB അക്കാഡമി SSC MTS 2025 കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനി ഈ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് എന്താണ് പ്രയോജനം? എക്സാം ഇങ്ങ് അടുക്കാറല്ലേ, സെപ്റ്റംബർ 20 അവർ പറഞ്ഞിരുന്ന എക്സാം ഡേറ്റ്. അപ്പൊ ആകെ കഷ്ടിച്ച് ഒരു 20 ദിവസം കൂടിയുള്ള എക്സാമിന് വേണ്ടിയിട്ട് ഇനി ഈ കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ലായിരുന്നു. സെപ്റ്റംബർ 20 നിങ്ങളുടെ എക്സാം നടന്നിരുന്നെങ്കിൽ അല്ലെ. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ എക്സാം സെപ്റ്റംബർ 20 നടക്കില്ല. നമ്മുടെ CGL മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ CGL സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിന്, അപ്പൊ അതിനുശേഷമുള്ള CHSലും ഉറപ്പായിട്ട് മാറ്റും. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ MTS എക്സാം നടക്കുള്ളൂ. സോ MTS നടക്കാൻ ചാൻസ് എന്ന് പറഞ്ഞൊരു ഒക്ടോബർ 20 ശേഷമായിരിക്കും നിങ്ങളുടെ SSC MTS എക്സാം വരാൻ പോകുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 50 ദിവസം നിങ്ങളുടെ SSC MTS പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഇപ്പോ നിങ്ങളുടെ പ്രിപ്പറേഷൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് SSC MTS 2025 ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ SSC MTS 2025 എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, നമ്മൾ ഫുള്ളി സിലബസ് നിങ്ങൾക്ക് ആ ഒരു കുറച്ച് ദിവസം, ആ ഒരു 2 മാസം ഇല്ല, ആ ഒരു 50 ഡേയ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്നുണ്ട്. റെക്കോർഡ് മാത്രമല്ല, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ഹാൻഡിൽ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സിന്റെ ഫീസ് വളരെ വളരെ കുറവാണ്. 1499 രൂപ മാത്രമാണ് നമ്മുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് അല്ലെങ്കിൽ കമന്റ് ബോക്സിലായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ എന്താണ് പ്രിപ്പയർ ചെയ്യുക, എക്സാമിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. AZB അക്കാഡമിയോടൊപ്പം തന്നെ നിങ്ങളുടെ കോഴ്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എക്സാം ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ലപോലെ നിങ്ങളുടെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് നമ്മുടെ കറണ്ട് അഫയർ സെഷനിലോട്ട് പോകാം. So PM Jan Dhan Yojana 11 years of financial inclusion and direct benefit empowerment. അപ്പൊ പ്രധാനമന്ത്രി ജൻ ധൻ യോജനയാണ് PMJDY എന്നാണത് ലോഞ്ച് ചെയ്തത്. 2014 ലോഞ്ച് ചെയ്തത്. അപ്പൊ അതിപ്പം എന്താണ് became the world's largest financial inclusion program. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാം ആയിട്ട് എന്ത് മാറിയിട്ടുണ്ട്? പ്രധാനമന്ത്രി ജൻ ധൻ യോജന മാറിയിട്ടുണ്ട്. ഇന്നാണത് ലോഞ്ച് ചെയ്തത്. 2014 ലോഞ്ച് ചെയ്തത്. Then over 56.2 crore account have been opened. അപ്പോൾ ഏതാണ്ട് 56.2 കോടി അക്കൗണ്ട് ആണ് അത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിലും 56% സ്ത്രീകളാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. അപ്പൊ ഇപ്പൊ അതിന്റെ കറന്റ് ടോട്ടൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ 2.68 lakh crore ആണ് അതിന്റെ ടോട്ടൽ ഡെപ്പോസിറ്റ്. അപ്പോൾ 2014 ലോഞ്ച് ചെയ്ത ജൻ ധൻ യോജന അക്കൗണ്ട് ലോകത്തിലെ ലാർജസ്റ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാം ആയിട്ട് മാറിയിട്ടുണ്ട്. SpaceX completes 10th successful Starship test launch. അപ്പോൾ
10th സക്സസ്ഫുൾ സ്റ്റാർഷിപ്പ് ടെസ്റ്റ് ലോഞ്ച് ആര് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? സ്പേസ് എക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ വെച്ചാണ് അതിന്റെ ലോഞ്ച് നടന്നത്? ടെക്സസിലെ സ്റ്റാർ ബേസിലാണ് ലോഞ്ച് നടന്നത്. അപ്പോൾ എന്താണത് ഷോക്കേസ് ചെയ്യുന്നത്? ഷോക്കേസിങ് പ്രോഗ്രസ് ടുവേർഡ്സ് ദി വേൾഡ്സ് ഫസ്റ്റ് ഫുള്ളി റീയൂസബിൾ റോക്കറ്റ് ഷോക്കേസിങ് ആണ് നടന്നത്. അപ്പൊ ഈ ഒരു എന്താണ് ഇപ്പോഴത്തെ ആ ഒരു ഷോക്കേസ് എന്തിനാണ് എയ്ഡ് ചെയ്യുന്നത്? ഫ്യൂച്ചർ മിഷൻ ആയിട്ടുള്ള നാസാസ് അർട്ടമിസ് 3 ഇൻ 2027 നടക്കാൻ പോകുന്ന അർട്ടമിസ് 3 മിഷന്റെ ആ ഒരു എന്താണ് ഫ്യൂച്ചർ മിഷൻ ആണ് ഈ ഒരു ഇപ്പൊ നടന്ന ആ ഒരു ഷോക്കേസിംഗ് വഴി ഈ ഒരു മിഷൻ ആണ് അവർ മുന്നിൽ കാണുന്നത്. ഓക്കെ, So UNGA launches 2 global initiatives for AI governance. അതായത് UN General Assembly 2 മേജർ ഇനിഷ്യേറ്റീവ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ്? UNGA UN General Assembly, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ലോഞ്ച് ചെയ്ത മേജർ ആയിട്ടുള്ള 2 ഇനിഷ്യേറ്റീവ്സ് ഏതൊക്കെയാണ്? ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ സയന്റിഫിക് പാനൽ ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഗ്ലോബൽ ഡയലോഗ് ഓൺ ആർട്ടിഫിഷ്യൽ ഗവേണൻസ്. അപ്പൊ ഇത് രണ്ടുമാണ് AI ഗവേണൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജനറൽ അസംബ്ലി, യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി ലോഞ്ച് ചെയ്ത 2 ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ആണ്. ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ സയന്റിഫിക് പാനൽ ഓൺ AI ആൻഡ് ഗ്ലോബൽ ഡയലോഗ് ഓൺ AI. അപ്പോ ജനറൽ അസംബ്ലിയുടെ കറണ്ട് പ്രസിഡന്റ് ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ് UN ജനറൽ അസംബ്ലി ഇപ്പോഴത്തെ കറണ്ട് പ്രസിഡന്റ്. അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്ത 2 ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ആണ്. അത് 2 ലോഞ്ച് ചെയ്താരാണ്? അന്റോണിയോ ഗുട്ടറസ്. വേൾഡ് ലേക്ക് ഡേ, വേൾഡ് ലേക്ക് ഡേ എന്നാണ് ഓഗസ്റ്റ് 27 ആണ് വേൾഡ് ലേക്ക് ഡേ. അപ്പൊ എന്നാണ് ഇത് UN എസ്റ്റാബ്ലിഷ് ചെയ്തത്? 2024 യുണൈറ്റഡ് നേഷൻസ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ഒരു 1 ലൈനേഴ്സിലോട്ട് പോകാം. സോ ഇന്ത്യ ആൻഡ് വേൾഡ് ഫുഡ് പ്രോഗ്രാം സൈൻ ലെറ്റർ ഓഫ് ഇന്റന്റ് ടു സപ്ലൈ ഫോർട്ടിഫൈഡ് റൈസ് ഫോർ ഗ്ലോബൽ ഹങ്കർ ലീഫ്. അപ്പൊ ഗ്ലോബൽ ഹങ്കർ ലീഫിന് വേണ്ടി ഇന്ത്യ വേൾഡ് ഫുഡ് പ്രോഗ്രാമുമായിട്ട് ലെറ്റർ ഓഫ് ഇന്റന്റ് സൈൻ ചെയ്തു. IREDA ലിമിറ്റഡ് സയൻസ് പെർഫോമൻസ് ബേസ്ഡ് MOU വിത്ത് വിച്ച് മിനിസ്ട്രി? ഏത് മിനിസ്ട്രിയുമായിട്ടാണ് IREDA പെർഫോമൻസ് ബേസ്ഡ് MOU സൈൻ ചെയ്തത്? മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. സോ മിനിസ്റ്റീരിയൽ ലെവൽ എനർജി ഡയലോഗിന്റെ ഏത് രാജ്യവുമായിട്ടാണ് സൈൻ ചെയ്തിട്ടുള്ളത്? ഇന്ത്യ ജപ്പാനുമായിട്ട് ക്ലീൻ എനർജി പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമായിട്ട് മിനിസ്റ്റീരിയൽ ലെവൽ എനർജി ഡയലോഗ് ഇന്ത്യ ജപ്പാനുമായിട്ട് സൈൻ ചെയ്തു. സോ മൊബൈൽ ഫോൺസും ഡിജിറ്റൽ ഡിവൈസസും ക്ലാസ് റൂമിൽ ബാൻ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയത് സൗത്ത് കൊറിയ. സോ ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് ക്രോസസ് $100 ബില്യൺ ഇൻ 2024-25. അപ്പൊ 2024-25 കാലയളവില് ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് എത്ര ബില്യൺ ഡോളേഴ്സ് ആണ് ക്രോസ് ചെയ്തത്? $100 ബില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ കോർപ്പറേറ്റ് ടാക്സിനെ ഓവർകം ചെയ്തത് അല്ലെങ്കിൽ ക്രോസ് ചെയ്തത് ഏതാണ്? പേഴ്സണൽ ഇൻകം ടാക്സ് കളക്ഷൻ ഈ വർഷത്തെ കോർപ്പറേറ്റ് ടാക്സിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ സെക്കൻഡ് ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് ഇന്ത്യ മാറാൻ പോകുന്നു, അല്ലെങ്കിൽ 2038 കൂടി ഇന്ത്യ ലോകത്തിലെ തന്നെ 2ാമത് ലാർജസ്റ്റ് ഇക്കോണമി ആകുമെന്ന റിപ്പോർട്ട് റിലീസ് ചെയ്തത് ആരാണ്? ഈവയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ 2038 കൂടി വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് മാറും. ജസ്റ്റിസ് അലോക് ആരാധ്യ ആൻഡ് ജസ്റ്റിസ് വിപുൽ പഞ്ചോളി ഇലവേറ്റഡ് ടു സുപ്രീം കോർട്ട് ബൈ പ്രസിഡന്റ്. അപ്പോൾ സുപ്രീം കോർട്ട് ജഡ്ജസ് ആയിട്ട് റീസെന്റ് ആയി നമ്മുടെ പ്രസിഡന്റ് ആരൊക്കെയാണ് അപ്പോയിന്റ് ചെയ്തത്? ജസ്റ്റിസ് ആരാധ്യ ആൻഡ് ജസ്റ്റിസ് വിപുൽ. ജസ്റ്റിസ് അലോക് ആരാധ്യ ആൻഡ് ജസ്റ്റിസ് വിപുൽ പഞ്ചോളിയെ റീസെന്റ് ആയിട്ട് നമ്മുടെ പ്രസിഡന്റ് സുപ്രീം കോർട്ടിലേക്ക് അപ്പോയിന്റ് ചെയ്തു. ഡിഫൻസ് മിനിസ്ട്രി സൈൻ MOU ടു സപ്പോർട്ട് 63 lakh വെറ്ററൻസ്. അപ്പൊ 63 ലക്ഷത്തിൽ പരം വെറ്ററൻസിനെ അവന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡിഫൻസ് മിനിസ്ട്രി ആരുമായിട്ടാണ് MOU സൈൻ ചെയ്തത്? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുമായിട്ട് MOU സൈൻ ചെയ്തു. എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ എവിടാണ് നടക്കാൻ പോകുന്നത്? ഈജിപ്തിലാണ് എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ നടക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് 700 ട്രൂപ്പുകളെയാണ് ഇന്ത്യ സെൻഡ് ചെയ്തത്. PN ജൻധൻ യോജന 2014 ലോഞ്ച് ചെയ്ത PN ജൻധൻ യോജന ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഫിനാൻഷ്യലി ഏറ്റവും വലുത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാം, ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാം ആയിട്ട് മാറിയതേരാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ജൻധൻ യോജന. 2014 ലോഞ്ച് ചെയ്ത പ്രൈം മിനിസ്റ്റർ ജൻധൻ യോജന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാം ആയിട്ട് മാറി. So SpaceX
കംപ്ലീറ്റ് 10th സക്സസ്ഫുൾ സ്റ്റാർഷിപ്പ് ടെസ്റ്റ് ലോഞ്ച്. അപ്പൊ 10th സക്സസ്ഫുൾ സ്റ്റാർഷിപ്പ് ടെസ്റ്റ് ലോഞ്ച് ആര് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്? സ്പേസ് എക്സ് കണ്ടക്ട് ചെയ്തു. യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി ലോഞ്ചസ് ടു ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ് ഫോർ AI ഗവർണൻസ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവർണൻസിന് വേണ്ടിയിട്ട് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ആരാണ് ലോഞ്ച് ചെയ്തത്? യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലി ലോഞ്ച് ചെയ്തു. വേൾഡ് ലേക്ക് ഡേ എന്നാണ് വേൾഡ് ലേക്ക് ഡേ? ഓഗസ്റ്റ് 27 വേൾഡ് ലേക്ക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക, എക്സാംസ് എല്ലാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്